മോണ്ടി ഹോൾ പ്രോബ്ലം നിങ്ങൾ പല സ്ഥലത്ത് കേട്ടിട്ടുണ്ടാവും, അതിന്റെ പല വിശദീകരണ വീഡിയോസും കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇനി മോണ്ടി ഹോൾ പ്രോബ്ലത്തെ കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. കോൻ ബനേഗ ക്രോർപതി അതുപോലുള്ള പ്രോഗ്രാമിൽ നിങ്ങളാണ് ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. അവതാരകൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ 3 ഡോറുകൾ കാണും. ഇതിന്റെ ഒന്നിന്റെ പിന്നിലായിട്ട് ഒരു ഫെറാറി കാറുണ്ട്. മറ്റേ 2 ഡോറിന്റെ പിന്നിലായിട്ട് 2 ആടുകളായിരിക്കും ഉള്ളത്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കാറാണ് സമ്മാനം വേണ്ടതെങ്കിൽ നിങ്ങൾക്കത് സെലക്ട് ചെയ്യാം. നിങ്ങൾ ആദ്യത്തെ ഡോറാണ് സെലക്ട് ചെയ്തത് എന്ന് വിചാരിക്കുക. ബാക്കി വന്നിരിക്കുന്ന 2 ഡോറിൽ ഒന്ന് അവതാരകൻ തുറന്നു കാണിക്കുകയാണ്, ഇതിന്റെ പിന്നിലായിട്ട് ആടാണ് ഉള്ളത് എന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരിക്കൽ കൂടി നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോയ്സ് മാറ്റാം, മറ്റേ ഡോറിൽ നിന്ന് ഇതിലേക്ക് മാറ്റാം, നിങ്ങൾ മാറുന്നുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം ചോദിക്കും. സ്വാഭാവികമായിട്ട് പലരും പറയുക, നിങ്ങൾ എന്തിനാണ് മാറണം, കാരണം എല്ലാത്തിനും ഒരേ ചാൻസ് ആണ്, ഓരോന്നിനും 3-1 ചാൻസ് ആണ്, അത് കാരണം ഞാൻ മാറുന്നില്ല എന്നായിരിക്കും നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾ തെറ്റി. കാരണം നിങ്ങൾ മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം അടിക്കാനുള്ള ചാൻസ് ഇരട്ടിയാണ്. അവതാരകൻ ഒന്ന് തുറന്നു കാണിച്ചപ്പോൾ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത ഡോറിന്റെ ചാൻസ് 1/3 ആണ്. എന്നാൽ ബാക്കി വന്നിരിക്കുന്ന ഒരു ഡോറിന്റെ ചാൻസ് 2/3 ആണ്, ഇരട്ടിയാണ്. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഇവിടെ 4 ഡോറുകൾ കാണാം. ഒന്നിന് പിന്നിൽ മാത്രമായിരിക്കും ഫെറാറി കാർ ഉള്ളത്. നിങ്ങൾ ആദ്യത്തേത് സെലക്ട് ചെയ്തു. ഇവിടെ ഓരോ ഡോറിന്റെയും ചാൻസ് 4-1 ആണ്, 4 ഉള്ളത് കാരണം. ഇനി അവതാരകൻ 2 ഡോറുകൾ തുറന്നു കാണിച്ചിട്ട് ഇതിൽ 2 ആടാണ് എന്ന്, 4-മത്തേത് മാത്രം തുറന്നിട്ടില്ല. ഇവിടെ 4-മത്തെ ഡോറിൽ സമ്മാനം അടിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 4-3 ആണ്. നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോറിന്റെ ചാൻസ് 4-1, എന്നാൽ ബാക്കി വന്നിരിക്കുന്ന ഒരു ഡോറിന്റെ ചാൻസ് 4-3 ആണ്. ഇത് മനസ്സിലാവാത്ത ആൾക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾ കഴിഞ്ഞ മാസം കേരള സർക്കാരിന്റെ കേരള ബമ്പർ ലോട്ടറി എടുത്തു എന്ന് വിചാരിക്കുക, ഒരെണ്ണം. അതിന് നിങ്ങൾക്ക് സമ്മാനം അടിച്ചില്ല. ഇനി വീണ്ടും അതേ നറുക്കെടുപ്പ് തന്നെ നമുക്കൊന്ന് ആലോചിക്കാം. നിങ്ങൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു. കേരള സർക്കാരിന്റെ ലോട്ടറി ടിക്കറ്റിന്റെ എണ്ണം 1,02,000 എന്ന് കരുതുക, കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ടിക്കറ്റിനും ബമ്പർ അടിക്കാനുള്ള ചാൻസ് 1,02,000 ആണ്. കാരണം 1,02,000 ടിക്കറ്റുകളാണ് ഉള്ളത്. അതിൽ ഓരോന്നിന്റെയും ചാൻസ് 1,02,000 ആയിരിക്കും. ബമ്പർ ലോട്ടറി ടിക്കറ്റ് നറുക്കെടുക്കുന്നതിന് തൊട്ട് മുന്നേ അത് എടുക്കുന്ന ആൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെയുള്ള 1,01,000-ൽ 1,00,000 ടിക്കറ്റ് ഞാൻ തുറന്നു കാണിക്കാം, അതിനൊന്നും സമ്മാനം ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. ബാക്കി വന്നിരിക്കുന്ന ഒരു ടിക്കറ്റ് മാത്രമേ അവിടെയുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് തന്നെ സെലക്ട് ചെയ്യുമോ അതോ മാറ്റിയിട്ട് മറ്റേത് എടുക്കുമോ? ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് മാറ്റിയിട്ട് മറ്റേത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമ്മാനം അടിക്കും. കാരണം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടിക്കറ്റിന്റെ ചാൻസ് എന്ന് പറയുന്നത് 1,02,000-ൽ വെറും 1 മാത്രമായിരുന്നു. എന്നാൽ 1,00,000 ടിക്കറ്റ് തുറന്നു കാണിച്ചിട്ട് അതിനൊന്നും സമ്മാനമില്ല എന്ന് പറയുമ്പോൾ ബാക്കി വന്നിരിക്കുന്ന ടിക്കറ്റിന്റെ ചാൻസ് എന്ന് പറയുന്നത് 1,02,000-ൽ 1,01 ചാൻസ് ആണ്. ഈ ലോട്ടറി ടിക്കറ്റിന്റെ പരീക്ഷണം തന്നെ നിങ്ങൾ 1,02 പ്രാവശ്യം പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം അടിക്കാനുള്ള ചാൻസ് 1,02,000-ൽ 1,01 പ്രാവശ്യവും നിങ്ങൾക്ക് ബമ്പർ ലോട്ടറി അടിക്കും. വെറും ഒരു തവണ മാത്രമായിരിക്കും നിങ്ങൾക്ക് സമ്മാനം അടിക്കാതിരിക്കാനുള്ള സാധ്യത. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് മാറ്റിയിട്ട് മറ്റേത് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം അടിക്കാനുള്ള സാധ്യത കൂടുതലാവും. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിനു വേണ്ടി ബൈജിരാജ്.